ഇനി അയാളുടെ ആവശ്യം നമുക്കില്ല. ഹൈക്കോടതിയിൽ നിന്ന് സ്റ്റേ കിട്ടാൻ നാളെ തന്നെ വേറെ നല്ലൊരു വക്കീലിനെ കണ്ടെത്തണം. എത്ര പണം ചെലവാക്കേണ്ടി വന്നാലും ഏറ്റവും മിടുക്കൻ വക്കീലിനെ തന്നെ വെക്കണം. ശരി മാഡം. ആ, സമൃദ്ധ ഇരിക്ക്. എന്താ പറ്റി? എന്താ മോമല്ലാതിരിക്കുന്നു? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇനി എന്ത് പറ്റാനാ? കേസ് തോറ്റു. അയ്യോ, തോറ്റുപോയോ? ഷോ, കഷ്ടായല്ലോ. എന്നാലും എന്തൊരു പണിയായി കോടതി കാണിച്ച്? ന്യായം മുഴുവൻ അവന്തികയുടെ ഭാഗത്തല്ലേ? എന്നിട്ടും കേസ് തോക്കാന്നൊക്കെ പറഞ്ഞാ? കോടതിക്ക് വേണ്ട തെളിവുകളാ. കേസ് ജയിക്കാൻ വേണ്ടി ഞാൻ രഹസ്യമായി സൂക്ഷിച്ചിരുന്ന തെളിവുകൾ എന്റെ വീട്ടിൽ നിന്ന് ആരോ ചോർത്തി അഡ്വക്കേറ്റ് ആരതിയുടെ കയ്യിലെത്തിച്ചു. അവളത് കോടതിയിൽ എനിക്കെതിരെ ഉപയോഗിച്ചു. എനിക്ക് അനുകൂലമായി സാക്ഷി പറയാന്ന് പറഞ്ഞ സന്ദീപും സമയത്ത് വന്നില്ല. സാരമില്ല, ഇവിടെ തോറ്റാലും ഇതിനു മുകളിലും കോടതികളുണ്ടല്ലോ. അവിടെ അവന്തിക ജയിക്കും. കാരണം നീതി, ന്യായവും സത്യവും എല്ലാം അവന്തികയുടെ ഭാഗത്തല്ലേ. ഇതെല്ലാം ആ ജോത്സ്യം പറഞ്ഞ ദോഷങ്ങൾ കൊണ്ടാ. ആ ദോഷങ്ങളൊന്നും മാറ്റാതെ ഇനി കേസ് ജയിക്കില്ല. അയാള് പറഞ്ഞ പരിഹാരങ്ങൾ ഉടനെ തന്നെ ചെയ്യണം. എങ്കിലേ ഇനിയെങ്കിലും കാര്യങ്ങളൊക്കെ നേരെയാവൂ. അത് ചെയ്യണം. എത്രയും വേഗം ജോത്സ്യം പറഞ്ഞ പൂജകളെല്ലാം ചെയ്യണം. ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, ഞാനും അവന്തികയുടെ കൂടെയുണ്ട്. എനിക്കൊരു വിഷമവുമില്ല. കേസ് തോറ്റു എന്ന യാഥാർത്ഥ്യം ഞാൻ അംഗീകരിച്ചു കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. കഷ്ടപ്പെട്ട് ഞാൻ നേടിയെടുത്തതിൽ ഒരു തരി പോലും ആർക്കും ഞാൻ തിരിച്ചു കൊടുക്കില്ല. കോടതിയെങ്കിൽ കോടതി. അങ്ങനെ എന്നെ തോൽപ്പിച്ചിട്ട് ആരും ഇതൊന്നും അനുഭവിക്കാന്ന് വ്യാമോഹിക്കണ്ട. വിട്ടുകൊടുക്കരുത്, ഒരു ഇഞ്ച് പോലും വിട്ടുകൊടുക്കരുത്. കേസ് നടക്കുന്നതിനോടൊപ്പം ആ ജോത്സ്യം പറഞ്ഞ പരിഹാരങ്ങളും കൂടിയൊന്ന് ചെയ്യണം. അദ്ദേഹം വിചാരിച്ചാ ഈ കേസ് ജയിക്കാൻ പറ്റും. ചെയ്യണം. എല്ലാ പരിഹാരങ്ങളും ഉടൻ ചെയ്യണം. അവന്തികേ, നീ തോറ്റു നിൽക്കുന്ന ഈ നിമിഷം കാണാനാ ഞാനിപ്പോ ഇങ്ങോട്ട് നേരിട്ട് വന്നത്. എനിക്ക് സന്തോഷമായി. പാവം വക്കീല്, അയാളല്ലടി നിന്നെ ഈ കേസ് തോൽപ്പിച്ചത്, ഞാനാ. ഈ തിരിച്ചടിയുടെ കൂടെ അടുത്ത അടികൂടി നിനക്ക് ഞാൻ തരാൻ പോവാ. നിന്നെക്കൊണ്ട് ഞാൻ എടുപ്പിക്കാൻ പോകുന്ന കനൽക്കാവടി എന്താണെന്ന് നീ കണ്ടോ?